അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുന്ന ബിസിനസ് ഏതാണ്? ഒരു സംശയവും വേണ്ട, ആത്മീയ കച്ചവടമാണ്. ഇതുപോലെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ പറ്റുന്ന ലാഭകരമായ മറ്റു ബിസിനസ്സുകളോ കച്ചവടങ്ങളോ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മുടെ കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാലോ, ധാരാളം സ്വലാത്ത് നഗറുകളുണ്ട്, അതുപോലെ തന്നെ കൊടിമരങ്ങളുണ്ട്, മറ്റു ആത്മീയ കച്ചവടങ്ങളുണ്ട്, തങ്ങന്മാരുണ്ട്. ഇവരൊക്കെ വലിയ നിലക്ക് ഈ ബിസിനസ് ചെയ്ത് ലാഭകരമായ നിലക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ലൈവായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു ആറ്റക്കോയ തങ്ങളെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പല മാർഗങ്ങളും അദ്ദേഹം നോക്കി, അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തൊരു വഴിയാണെന്ത്? ഈ ആത്മീയ ബിസിനസ്. അത് ഒരു പരിധിവരെ വിജയിച്ചു. വമ്പിച്ച ലാഭകരമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറച്ചൊക്കെ ചാരിറ്റി, അതേപോലെ പാവങ്ങളെ സഹായിക്കുക, വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പയറ്റി വിജയിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനും ഇതേ മാർഗം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ പുതിയ വീട് വെച്ചു. ആ വീട് വെച്ചപ്പോൾ അവിടെ കാര്യമായിട്ടുണ്ടാക്കിയൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൊടിമരാണ്. ഇനി അവിടേക്ക് ഇങ്ങനെ പൈസ, ക്യാഷുകൾ ഇങ്ങനെ വന്ന് വീടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു വലിയ കച്ചവടമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊടിപൊടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സെൽഫികളെ സംബന്ധിച്ചിടത്തോളം സെൽഫികൾ ഇത് തുടക്കം മുതൽക്ക് തന്നെ ഇത്തരം ആത്മീയ കച്ചവടങ്ങളെ, അത് ഈ ആറ്റക്കോയ തങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എല്ലാ മതചൂഷണങ്ങൾക്കെതിരിലും ആത്മീയ കച്ചവടങ്ങൾക്കെതിരിലും ആദ്യമായി ശബ്ദമുയർത്തുന്നതും അത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ സെലഫികളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പോൾ ഈ സമസ്തയുടെ ആശയധാരയിൽപ്പെട്ട ചില മുസ്ലിയാക്കന്മാർ ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാറ്റക്കോയ തങ്ങൾക്കെതിരിലും അതേപോലെ ഇതുപോലെയുള്ള ചൂഷണത്തിനെതിരിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിരലിലെണ്ണാവുന്ന മുസ്ലിയാക്കന്മാർ. അപ്പോഴും ഭൂരിപക്ഷം ഇതിനൊക്കെ പച്ചക്കൊടി കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ അൻസാരി സുഹരിയെ പോലെയുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം സംഗതികൾക്കെതിരിലൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആറ്റക്കോയ തങ്ങൾക്കെതിരിലും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അനിയനിപ്പോൾ ഈ കൊടിമരം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഈ സുഹരി സംസാരിക്കുന്നൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം ബാക്കി ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതായാലും സുഹരി പറയട്ടെ. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജം ചെലവഴിക്കപ്പെട്ടാലും, നമ്മുടെ നാവിലെ വെള്ളം പറ്റി നമ്മൾ നിശ്ചലമായാലും ഇതിന് അറുതി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷിയുടെ അനുജൻ പുതിയ വീട് പണിതപ്പോൾ ആദ്യം അവർ സ്ഥാപിച്ചത് ഒരു പുതിയ കൊടിമരമാണ്. അത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ നൂർ അഞ്ചിസിലെ പ്രധാനപ്പെട്ട കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് കൊടിമരം കാണാനും ഇവിടെ സന്ദർശിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത മജ്ലിസ് മുതൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇനി ഈ മനുഷ്യനൊരു പണിക്ക് പോകണോ? മറ്റെന്തെങ്കിലും തൊഴിൽ തേടി പോകണോ? ഒരു കച്ചവടം തുടങ്ങേണ്ടതുണ്ട്? ഒന്നും വേണ്ട, ഈ ഒരൊറ്റ കൊടിമരം മതി അദ്ദേഹത്തിൻ്റെ 10 തലമുറക്ക് തിന്നാനുള്ളത്. ഈ നാട്ടിലെ നിഷ്കളങ്കരായ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങൾ അതിൻ്റെ ചൂട്ടിക്കൊണ്ടിട്ട് കൊടുക്കും. ശരിയാണ്, സുഹരി പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ ചോട്ടിൽ ഇനി പെണ്ണുങ്ങളും അതേപോലെ ആണുങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും. അതിന് വളരെ പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഈ നിലക്കുള്ള ഒരു കൗമിനെയാണ് നിങ്ങളൊക്കെ വാർത്തെടുത്തത് എന്നതാണ് സത്യം. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന, ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുരുത്തക്കേട് തട്ടും എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ജനതയെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂഷണം ചെയ്യാം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ സുഹരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകൾ ഈ നിലയ്ക്ക് ഇടപെടുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഞാൻ സുഹരിയെ വിമർശിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ഇനിയും തുടരണം. ഇതിന് ഫലമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിത് നിർത്തിപ്പോരരുത്. അതോടൊപ്പം തന്നെ സുഹരിയോട് വിമർശിക്കാനല്ല, നിങ്ങളുടെയൊക്കെ കണ്ണു തുറക്കാൻ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല സുഹരി, അതേപോലെ സുഹരിയെ പോലെയുള്ള വേറെയും ചില മുസ്ലിയാക്കന്മാരുണ്ട്, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ അടിസ്ഥാനപരമായി ധാർമ്മികമായി ഇത്തരം ചൂഷണങ്ങളെ അല്ലെങ്കിൽ ആറ്റക്കോയ തങ്ങളെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും? ഞാനിത് വളരെ ഗൗരവത്തോടു കൂടെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എതിർക്കുന്നതിന് വിമർശിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ കണ്ണു തുറക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? ഇത് തന്നെയല്ലേ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളിലും നിങ്ങളുടെ ആശയധാരയിലൊക്കെ നടക്കുന്നത്? എന്തേ വ്യത്യാസമുള്ള സുഹരി? ഈ ആറ്റക്കോയ തങ്ങൾക്ക് വിവരം കുറച്ച് കുറവാണ്, ഖുർആൻ ശരിക്കും ഓതാൻ അറിയില്ല, പറയുന്നതിൽ കുറേ മണ്ടത്തരങ്ങളുണ്ട് എന്നതൊക്കെ മാറ്റി നിർത്തിയാൽ
ഇയാളേക്കാൾ വിദഗ്ധമായി ജനങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വാങ്ങുന്ന, ചൂഷണം ചെയ്യുന്ന, ആത്മീയ കച്ചവടം ചെയ്യുന്ന വമ്പൻ തങ്ങന്മാരും കൊമ്പന്മാരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. ഇത് തന്നെയാണ് സമസ്ത AP വിഭാഗം, EK വിഭാഗവും ഒക്കെ കൊണ്ട് നടക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ അത്? ഇപ്പൊ കോമൺ ആയിട്ട് ഇത്തരം ആത്മീയ കച്ചവടക്കാരൊക്കെ ഉപയോഗിക്കുന്ന ചില കോമൺ മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് രോഗശാന്തി വാഗ്ദാനം ചെയ്യും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്നാൽ തീരും. ഏത് മാരകമായ ക്യാൻസർ ആണെങ്കിലും ഇന്ന തങ്ങളെടുത്ത് വന്നാൽ, ഇന്ന സ്വലാത്ത് മജ്ലിസിൽ ചെന്നാൽ, ഇന്ന കൊടിമരത്തിൽ പോയാൽ അത് മാറുമെന്ന വാഗ്ദാനം ഇതിൽ ജനങ്ങൾ വീഴുകയാണ്. രണ്ടാമത്തെ സംഗതി, ഇത്തരം ആളുകളെ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ ശബ്ദിച്ചാൽ അവർക്ക് കുരുത്തക്കേടുണ്ടാകും, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീതിപ്പെടുത്തി ഇവർക്കെതിരിൽ മിണ്ടാൻ സമ്മതിക്കില്ല. മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഈ അനുയായി വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഇവരെ തേടി എത്തുന്ന ഈ ഭക്തജനങ്ങൾ അനുഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞ് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യും. ഇത് നടക്കാത്ത ഏതെങ്കിലും ഒരു കൊടിമരവോ തങ്ങളോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ സുഹരി? ഇതന്നെയല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കൂ, തൃപ്പനച്ചി കൊടിമരം. നിങ്ങളതൊന്ന് കേട്ടോ, ഒരു മുസ്ലിയാർ പരിചയപ്പെടുത്തുന്നുണ്ട് തൃപ്പനച്ചി കൊടിമരത്തെക്കുറിച്ച്. തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് മൂപ്പരെ കറാമത്തുകൾ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാൻ കഴിയുമോ? കറാമത്താണ് ഈ മല. ഈ കൊടിമരം തന്നെ മൂപ്പരെ കറാമത്താ. ഈ കൊടിമരം ഉണ്ടായത് തന്നെ മൂപ്പരെ കറാമത്താണ്. അതിന്റെ എങ്ങനെയാണ് ഇത് ഉണ്ടായത് ഒന്ന് പറഞ്ഞു തരുമോ? മൂപ്പര് മഹറിൽ ഒന്നാണ് ഉദ്ഘാടനം ചെയ്ത് 25 കൊല്ലം മുമ്പ്. 25 വർഷം മുന്നേ. മൂപ്പരടുത്തേക്ക് ആയിരക്കണക്കിന് ആളുകള് പല പ്രശ്നങ്ങൾക്ക് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി വന്നപ്പോ ആ പ്രശ്നപരിഹാരത്തിന് ജനങ്ങൾ തർക്കം കഴിയാത്തതുകൊണ്ട് മൊയ്തീൻറെ നിർദ്ദേശപ്രകാരം ഇവിടെ കൊടിമരം ഉണ്ടാക്കാൻ പറയും. ഒരു നിർദ്ദേശപ്രകാരം ഒരു കുളം കുഴിക്കാൻ പറയും. ആ കുളത്തിലെ വെള്ളം സിഫായിന്റെ വെള്ളം, ആ കുളത്തുനിന്ന് വെള്ളെടുത്തിട്ട് കൊടിമരത്തുമ്പോൾ വെച്ച് മൊയ്തീൻറെ പേരിൽ യാസിൻ എല്ലാ രോഗത്തിനും ശിഫയാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ നിരവധി ക്യാൻസർ രോഗികളൊക്കെ ഇവിടുത്തെ വെള്ളം കൊണ്ട് പോയിട്ട് ഇവിടെ യാസിൻ ശിഫായ ഒരുപാട് രോഗികളുണ്ട് കേരളത്തിൽ. ക്യാൻസർ രോഗികളടക്കം അവിടെയുള്ള വെള്ളം കൊണ്ടുപോയിട്ട് ഷിഫയായിട്ടുണ്ട് എന്നാ പറഞ്ഞേ. മാത്രമല്ല കൊടിമരത്തിനിടയിലൂടെ ഇങ്ങനെ നടന്നാൽ ഹജ്ജിന്റെ കൂലിയെന്നാ പറഞ്ഞേ. എൻ്റെ സുഹരി, ഈ ചൂഷണത്തിനെതിരെ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇയാൾ ഒറ്റപ്പെട്ട ഒരു ആറ്റക്കോയ തങ്ങളെ ആക്രമിക്കാൻ വലിയ സുഖമാണ്. ഞാനതിനെ എതിർക്കാൻ വേണ്ടി പറയില്ല. അയാളെ വിമർശിക്കണം, നന്നായിട്ട് വിമർശിക്കണം. പക്ഷേ സമാനമായത് നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നില്ലേ? ഇപ്പൊ മലപ്പുറം മുട്ടിപ്പടി സ്വലാത്തിൽ ഇത് തന്നെയല്ലേ നടക്കുന്നത്? ജനങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വാങ്ങുക, എന്നിട്ട് രോഗശാന്തി വാഗ്ദാനം ചെയ്യുക, എന്നിട്ട് അതിന്റെ കുറെ പ്രൊമോട്ടേഴ്സായ മുസ്ലിയാക്കന്മാർ കൊണ്ട് നടക്കുക. നോക്കി നിങ്ങൾ, ജനലക്ഷങ്ങൾ മലപ്പുറത്ത് മഅദിൻ സ്വലാത്ത് നഗറിലേക്ക് ഒഴുകാണ്. കാരണമെന്തേ? അവിടെ വലിയ സ്വലാത്ത് മജ്ലിസ്, അത്ഭുതകരമായ ഫലമുള്ള സ്വലാത്ത് മജ്ലിസ്. ഒരു സ്വലാത്ത് മജ്ലിസ് 27-ാം രാവിന്റെ ഒരു സ്വലാത്ത് മജ്ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചനയിലാ നിൽക്കുന്നത്. സ്വലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ? എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്നിവിടെ പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സ്വലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം സ്വലാത്തിന്റെ അന്നത്തെ അന്ന് രാവിലെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. 10,000 രൂപ ഞാൻ കൊടുത്തു. അബ്ബാസ് എന്ന സഹോദരൻ, എന്റെ നാട്ടുകാരനും അയൽവാസിയും, അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ്, ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാ നിങ്ങളോട് പറയട്ടെ, ആ സ്വലാത്ത് മജ്ലിസ് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. നടക്കുന്നത് ഇതന്നെ എല്ലാ ചൂഷണങ്ങളിലും നടക്കുന്നത്. സുഹരി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. തൃപ്പനച്ചി കൊടിമരത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സമാനമായ ധാരാളം ചൂഷണങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്തേ സുഹരിയെ, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ടത് കൊണ്ടായിട്ടാണോ നിങ്ങളിങ്ങനെ മൗനം ദീക്ഷിക്കുന്നത്? അപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെ ഇങ്ങനെ വിമർശിച്ച് ജനങ്ങളുടെ റീച്ച് കിട്ടുക എന്നുള്ളത്
അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഇത്തരം ചൂഷണങ്ങളിലേക്കും ശ്രദ്ധ തിരിയേണ്ടതുണ്ട്, അത്തരം സംഗതികളെയും വിമർശിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിൽ വ്യാപകമായ നിലക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റാത്തത്. അതുകൊണ്ട് ആ ഒരു വലിയ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഈ നിലക്കുള്ള സർവ്വ ചൂഷണങ്ങളെയും എടുത്തു കാണിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ച് പാവപ്പെട്ട ജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് വളരെ വിനീതമായി നിങ്ങളോടും ഈ പ്രതികരണങ്ങളുമായി വന്ന സർവ്വ മുസ്ലിയാക്കന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ നിലക്ക് ആത്മാർത്ഥമായി ദീനീ പ്രബോധനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.